ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു sajuskitchen. ഇന്ന് ഞാനിവിടെ ഒരു ഫിഷ് പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ ആവോലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ ഒരു ആവോലി എടുത്തിട്ടുണ്ട്. അത് ലൈനിട്ട് വച്ചിരിക്കുകയാണ്. ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാനിവിടെ ഒരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഫിഷിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഫിഷിൻ്റെ എല്ലാ സൈഡിലേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഞാനിവിടെ ആവോലി ഫുള്ളായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ആവോലിയിൽ നന്നായിട്ട് മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. 2 മണിക്കൂർ വെച്ചിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും വെക്കുക. ഞാനിവിടെ ഏകദേശം 1 കപ്പിനടുത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയുള്ളി ഇല്ലെങ്കിൽ വലിയ സവാള എടുത്താലും മതി. 2 സവാള എടുക്കുക. പക്ഷേ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക ചെറിയുള്ളി എടുത്താലായിരിക്കും. 2 അല്ലി കരിവേപ്പില എടുത്തിട്ടുണ്ട്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. 1 ചെറുനാരങ്ങ, 4 പച്ചമുളക്. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ്, അതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്. എരിവുണ്ടെങ്കിൽ 2 എണ്ണമെല്ലാം മതിയാകും. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ എടുത്തിട്ടുണ്ട്. കൂടാതെ ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും വേണം. ഇനി നമുക്ക് ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. അതിനു വേണ്ടി ഞാൻ എടുത്തു വച്ചിരുന്ന ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പച്ചക്കറികളും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ആവോലിയാണ്. ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ആവോലി തന്നെ വേണം എന്നൊന്നുമില്ല. ഫുൾ ഫിഷ് അല്ലെങ്കിലും പീസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഫിഷ് എടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ഫ്രൈ പാനിൽ ഇട്ടിട്ട് 2 സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഫിഷ് ഇതിട്ടിട്ട് 2 സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയുള്ളിയും തക്കാളിയും എല്ലാം താളിച്ചെടുക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരുന്ന ചെറിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഈ ചെറിയുള്ളി കുറച്ച് താളിയിട്ട് വേണം ബാക്കിയുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് കുറച്ച് താളി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
വെളുത്തുള്ളിയും ഇഞ്ചും ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഒരുവിധം താളി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും കരിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ എടുത്തു വച്ചിരുന്ന മസാലകളും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് വീണ്ടും ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് താളി വരണം. മസാല അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായി താളിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ വെച്ചിട്ടാണ് ഫിഷ് പൊള്ളിച്ചെടുക്കുന്നത്. ഇവിടെ വാഴയില ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഫോയിൽ എടുത്തിരിക്കുന്നത്. വാഴയില ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ചും കൂടി ടേസ്റ്റും അതിൽ ചെയ്യുമ്പോഴാണ്. വാഴയിലയിൽ ആണെങ്കിൽ അത് ഗ്യാസിൽ വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് വെക്കുക. ഇനി നമുക്ക് ഈ ഫോയിലിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇതിൻ്റെ മുകളിലാണ് ഫിഷ് വെക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്ത് വച്ചിരുന്ന ഫിഷ് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നന്നായിട്ട് പരത്തിയിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് വലിയ ആവോലി ആയതുകൊണ്ടാണ് ഇത്ര അധികം മസാല വേണ്ടി വന്നത്. കുറച്ചുകൂടെ ചെറിയ മീനാണെങ്കിൽ അതിനനുസരിച്ച് മസാല ഉണ്ടാക്കിയാൽ മതി. ഇതിൻ്റെ അകത്തേക്കെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വച്ചിരുന്ന നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി 4 സൈഡിൽ നിന്നും നന്നായിട്ട് മടക്കിയെടുക്കുക. ഞാനിവിടെ ഫോയിലിൽ എല്ലാ സൈഡും നന്നായിട്ട് മടക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. വാഴയിലാണെങ്കിലും ഇതേപോലെ എല്ലാ സൈഡൊക്കെ മടക്കിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇത് ഫോയിലായതുകൊണ്ട് ഇത് തുറന്നൊന്നും പോവില്ല. പിന്നെ എല്ലാ സൈഡും മടക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ പാനിൽ വെച്ചിട്ട് 2 സൈഡും 6 മിനിറ്റ് വീതം വേവിച്ചെടുക്കണം. ഉള്ളെല്ലാം വേവൊക്കെ വേണം, മസാല എല്ലാം പിടിക്കണം. അപ്പോൾ 6 മിനിറ്റ് വീതം 2 സൈഡും വേവിച്ചെടുക്കുക. ഫ്രൈ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഫിഷ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 6 മിനിറ്റ് ഒരു സൈഡ് വെക്കുക. 6 മിനിറ്റിന് ശേഷം മറിച്ചിട്ടിട്ട് അടുത്ത സൈഡും 6 മിനിറ്റ് വേവിക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫിഷ് പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉള്ളിയും ലെമണും ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണലാണ്. ആവോലി പൊള്ളിച്ചത് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.